Good afternoon. Good afternoon. Good afternoon. Okay, ആരാ prayer ചെയ്യുന്നേ? Prayer ഞാനാണ് മാം. Okay. Okay, നസീമ. We shall overcome, we shall overcome, we shall overcome someday. Oh, deep in my heart, I do believe we shall overcome someday. We will walk hand in hand, we will walk hand in hand, we will walk hand in hand someday. Oh, deep in my heart, I do believe we shall overcome someday. We shall live in peace, we shall live in peace, we shall live in peace someday. Oh, deep in my heart, I do believe we shall overcome someday. We shall overcome, we shall overcome, we shall overcome someday. Oh, deep in my heart, I do believe we shall overcome someday. Thank you, ma'am. Thank you. Then sign in ആരാണ്? Sign in. ആരും പ്രിപ്പയർ അല്ലേ സൈൻ ഇൻ ചെയ്യാനായിട്ട്? മിസ്സേ ഞാനാണ് ദീപ്തി മോഹൻ. ഓക്കെ. സ്റ്റാർട്ട് ചെയ്തോളൂ കേട്ടോ. മിസ്സേ പറയട്ടെ? പറഞ്ഞു. ഞാൻ പറയുമ്പോൾ rich or poor, once upon a time there lived a poor farmer and a rich businessman. മിസ്സേ കേൾക്കാവോ? കേൾക്കാം. ലെഫ്റ്റ് ആയല്ലോ. തോട്ട് ഓഫ് ദ ഡേ ആരാണ്? തോട്ട് ഓഫ് ദ ഡേ പ്രവിത. മിസ് പറയട്ടെ? പറഞ്ഞു. Don't limit a child to your own learning, for he was born in another time. This is a famous quote for Rabindranath Tagore. The quote also suggests that knowledge is constantly evolving and adults should be open to learning from children and embracing new ideas. Thank you, ma'am. Okay, thank you. Then നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെയാണ് പറഞ്ഞു നിർത്തിയത്? ഡയറ്ററി റിക്വയർമെന്റ് മിസ് വൈറ്റമിൻസിന്റെ പേരും അതിലടങ്ങിയ ഫ്രൂട്ട്സ് അതിനൊക്കെ എഴുതിക്കൊണ്ടുവരാൻ പറഞ്ഞിരുന്നു. നിങ്ങളോടാണല്ലേ പറഞ്ഞത്? ഞാൻ ഇന്നലത്തെ ക്ലാസ്സിൽ അവരോട് ചോദിക്കുക ചെയ്യുന്നത് എന്താണ് കൊണ്ടുവരാൻ. അപ്പൊ അവര് പറഞ്ഞു മിസ് ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. അപ്പൊ മാറിപ്പോയി, ക്ലാസ് മാറിപ്പോയി. അപ്പൊ നിങ്ങളോടാണല്ലേ കെമിക്കൽ നെയിമും അതുപോലെ തന്നെ ഏതൊക്കെ വൈറ്റമിൻസ് ഏതൊക്കെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആണുള്ളത് എന്നും കൂടി കണ്ടുപിടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞിട്ടില്ലായിരുന്നു അല്ലേ? കെമിക്കൽ നെയിം മിസ് പറഞ്ഞുതരാന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു തരാന്ന് പറഞ്ഞു. അല്ലാതെ ബാക്കിയുള്ളത് നിങ്ങൾ ചെയ്തിട്ടുണ്ട്? യെസ് മാം. എല്ലാവരും ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ട് മാം. ഓക്കെ. മിസ്സേ ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ. ഞാൻ മോക്ക് സുഖമില്ലാണ്ട് ഹോസ്പിറ്റലിലായിരുന്നു. ഇന്നലെയാണ് വന്നത്. ഇന്നാണ് ക്ലാസ്സിലൊക്കെ കയറുന്നത്. 3-4 ക്ലാസ്സൊക്കെ എനിക്ക് മിസ്സായി. അപ്പൊ ഇന്ന് തൊട്ടാ കയറുന്നത്. അതുകൊണ്ട് സമയം കിട്ടിയില്ല അത് ചെയ്യാൻ.
സമയം പോലെ ചെയ്യാം കേട്ടോ, ഫ്രീ ആവുമ്പോ ചെയ്യാം. ഓക്കെ. ഓക്കെ, താങ്ക് യു മിസ്. ഈ ഡയറ്ററി റിക്വയർമെന്റ്സ് ഞാൻ പറഞ്ഞായിരുന്നു, ആ ടോപ്പിക്കിനെ കുറിച്ച് ഡിസ്കഷൻ നടന്നായിരുന്നു നമ്മൾ തമ്മിലില്ലല്ലോ? അത് വായിച്ചായിരുന്നു. അത് ഇല്ല വായിച്ചായിരുന്നു. മാം, ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ നീഡ് കംപ്ലീറ്റ് ആയിട്ട് എടുത്തു. ഡയറ്ററി റിക്വയർമെന്റ് നമ്മളോടൊന്ന് റീഡ് ചെയ്യാൻ പറഞ്ഞു. അപ്പോഴേക്കും ടൈമായി. അപ്പോൾ ഇങ്ങനെ ഒരു ആക്ടിവിറ്റി തന്നിട്ട് പോവാണ് ചെയ്തത്. നിങ്ങളുടെ ഫൈബേഴ്സ് അടങ്ങിയ ഭക്ഷണങ്ങൾ, അയൺ കണ്ടന്റ് അടങ്ങിയ ഭക്ഷണങ്ങൾ, അതിനെ കുറിച്ചിട്ടൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അല്ലെ? അത് പറഞ്ഞിരുന്നോ? ഇല്ലല്ലോ. ഇല്ല. ഇല്ല. ഓക്കെ. കുട്ടികളുടെ ചില പൊതുവെയുള്ള അപ്പിയറൻസിനെ കുറിച്ച് പറഞ്ഞിരുന്നു. ന്യൂട്രിയൻസ് കിട്ടുന്ന കുട്ടികൾക്ക് നല്ല ഷൈനിങ് ഉള്ള മുടിയായിരിക്കും, സ്കിൻ നല്ല സോഫ്റ്റ് ആയിരിക്കും, ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അത് പറഞ്ഞു. അപ്പോ ആരാണ് തുടങ്ങുക? വിറ്റാമിൻസിനെ കുറിച്ച് എഴുതിക്കൊണ്ട് വന്നിരിക്കുന്നവര് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ, ഓരോരുത്തരായിട്ട് പറയാം. കെമിക്കൽ നെയിം ഞാൻ പറഞ്ഞുതരാം. അതിന് മുമ്പ് നിങ്ങൾ എഴുതിയിട്ടുള്ളത് ഇവിടെ പ്രസന്റ് ചെയ്യാം വൈറ്റമിൻസിനെ കുറിച്ചിട്ട്. ശ്രീലക്ഷ്മി. മാം, ഞാൻ എഴുതിയിട്ടില്ല. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ കയറിയിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് പക്ഷെ ഇത് കുറച്ച് പഠിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ അറിയാം. അപ്പൊ അത് വെച്ചിട്ട് പറയാം. തെറ്റുണ്ടെങ്കിൽ മാം ഒന്ന് കറക്റ്റ് ചെയ്യണേ. ശരി ശരി. വൈറ്റമിൻസ് പ്രധാനമായിട്ട് 2 തരത്തിലാണുള്ളത്, ഫാറ്റ് സോളുബിളും വാട്ടർ സോളുബിളും. വെള്ളത്തിൽ അലിയണതാണെങ്കിൽ ബിയും സിയും ആണ്. കൊഴുപ്പിൽ അലിയണത് എ, ഡി, ഇ, കെ. ഇങ്ങനെയാണ് പൊതുവെ നമ്മൾ വൈറ്റമിൻസിനെ ഡിവൈഡ് ചെയ്യണത്. അത് വൈറ്റമിൻ എ എന്ന് പറയുമ്പോൾ അതിന്റെ കെമിക്കൽ നെയിം റെറ്റിനോൾ എന്നാണ് പറയുക. ഈ റെറ്റിന എന്ന് പറഞ്ഞാൽ തന്നെ കണ്ണുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്, കണ്ണിന്റെ ഉള്ളിലുള്ള സാധനമാണ്. അതുകൊണ്ട് തന്നെ കണ്ണിന് ഏറ്റവും പ്രധാനപ്പെട്ട വൈറ്റമിൻ ആണ് വൈറ്റമിൻ എ. അത് പാലുൽപ്പന്നങ്ങളിലുണ്ട്. പിന്നെ പച്ച ഇലവർഗ്ഗങ്ങൾ, ഇപ്പൊ ചീര അല്ലെങ്കിൽ ക്യാബേജ് പോലെയുള്ള ഇലക്കറികള്, പിന്നെ ക്യാരറ്റ്, പിന്നെ മധുരക്കിഴങ്ങിൽ ഏറ്റവും കൂടുതൽ വൈറ്റമിൻ എ ഉണ്ട്. അത് പറയാൻ കാരണം എന്റെ മോനെ കണ്ണിന് ഇങ്ങനെ ചെറിയ ദൃഷ്ടി ഇങ്ങനെ ചെറിയൊരു വ്യത്യാസം വന്നിട്ട് ഡോക്ടറെ കാണിച്ചിരുന്നു. അപ്പൊ ഡോക്ടർ ചോദിച്ചു വൈറ്റമിൻ എയുടെ ഈ തുള്ളി കൊടുക്കുന്ന ഹോസ്പിറ്റലിൽ നിന്ന് ചോദിച്ചു. അപ്പൊ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അങ്ങോട്ട് ഡോക്ടറെ അടുത്ത് പറഞ്ഞു, ഈ പച്ച ഇലക്കറികളുടെ കാര്യം പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു പൊതുവെ എല്ലാവരുടെ ഒരു ധാരണയാണ് ഇലക്കറികളിലാണ് വൈറ്റമിൻ എ എന്ന്. പക്ഷെ അതിനേക്കാളൊക്കെ ഇരട്ടിയുള്ളത് മധുരക്കിഴങ്ങിലാണ്. അപ്പൊ കുട്ടിക്ക് ദിവസവും സ്വീറ്റ് പൊട്ടറ്റോ കൊടുക്കാൻ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ വൈറ്റമിൻ എ സ്വീറ്റ് പൊട്ടറ്റോയില് ധാരാളമായിട്ടുണ്ട്. പിന്നെ വരുന്നത് വൈറ്റമിൻ ബി ആണ്. ബിനെ നമുക്ക് ഒരുപാട് ഡിവിഷൻസ് ഉണ്ട്. ബി ജനറൽ ആയിട്ട് നമ്മൾ ബി കോംപ്ലക്സ് എന്നുള്ള കാറ്റഗറിയിൽ പറയുമെങ്കിലും അത് B1, B2, B3, പിന്നെ B5, B6, B7 ഇങ്ങനെയാണ് അതിന്റെ കാറ്റഗറീസ് വരിക. അതിൽ B1 എന്ന് പറയുന്നതിന്റെ കെമിക്കൽ നെയിം തയാമിൻ എന്നാണ്. അപ്പോൾ തയാമിൻ അടങ്ങിയ ഭക്ഷണങ്ങൾ കൂടുതലായിട്ടും തവിടിലാണ് ഉണ്ടാവുക. അപ്പൊ നമ്മൾ തവിട് കളയാത്ത അരി, അത് ഈ തയാമിൻ തവിട് എന്നുള്ളത് ഒരു കോഡൊക്കെ വെച്ചിട്ട് ഈ താ വെച്ചിട്ടൊക്കെ കണക്ട് ചെയ്ത് ഓർത്ത് പഠിച്ചത് ഓർക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് തവിടിലാണ് ഏറ്റവും കൂടുതൽ B1 ഉള്ളത്, തയാമിൻ. പിന്നെ B2 എന്ന് പറയണതിന്റെ കെമിക്കൽ നെയിം റൈബോഫ്ലേവിൻ എന്നാണ്. റൈബോഫ്ലേവിൻ ഉണ്ടാവുക പാട മാറ്റാത്ത പാലിലാണ് ഈ B2 അധികമായിട്ടും കാണുക. കുറച്ചൊക്കെ മത്സ്യത്തിലും ഉണ്ട്. പിന്നെ വന്നിട്ട് B3 എന്ന് പറയണത് അതിന്റെ നെയിം വന്നിട്ട് നിക്കോട്ടിക് ആസിഡ്, നിയാസിൻ ആണോ നിക്കോട്ടിക് ആണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. നിയാസിൻ ആണ്. നിയാസിൻ എന്നാണ് B3 വരുന്നത്. അത് സീ ഫുഡില് നല്ല അധികമായിട്ട് ഈ പറയുന്ന നിയാസിൻ ഉണ്ട്. പിന്നെ B5 പാൻഡോതെനിക് ആസിഡ് എന്നാണ് B5ന്റെ കെമിക്കൽ നെയിം വരുന്നത്. B5ഉം ഈ പറഞ്ഞ പോലെ എണ്ണക്കുരു, സീ ഫുഡ് അതിലൊക്കെ ധാരാളമായിട്ടുണ്ട്. പിന്നെ B6 പിരിഡോക്സിൻ എന്നാണ് B6ന്റെ പേര് വരുന്നത്. അതെനിക്ക് ഏത് ഫുഡിലുള്ളതെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ മാം. പിന്നെ B7 എനിക്ക് കറക്റ്റ് നെയിം ഓർമ്മയില്ല. പിന്നെ ബയോട്ടിൻ. പിന്നെ B9 ഫോളിക് ആസിഡ് ആണ്. ഫോളിക് ആസിഡ് എന്ന് പറയുമ്പോൾ അയണുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്. ഫോളിക് ആസിഡിന്റെ കുറവുണ്ടെങ്കിൽ നമ്മൾ ഗർഭിണികൾക്കൊക്കെ ഈ വളർച്ച വരണത് കൊണ്ട് കൗമാരക്കാർക്കും ഗർഭിണികൾക്കും ഈ ഫോളിക് ആസിഡ് കഴിക്കണം എന്നുള്ളത് നിർബന്ധമാണ്.
പിന്നെ B12 ലാസ്റ്റ് വരുന്നത് സൈനോ കൊബാലുമിൻ. കൊബാൾട്ടുമായിട്ട് ബന്ധപ്പെട്ട എന്തോ ആണ്. അപ്പൊ കൊബാൾട്ട് അടങ്ങിയ ഭക്ഷണങ്ങൾ അങ്ങനെ കിട്ടണമെന്നുണ്ടെങ്കിൽ B12 ആയിട്ടാണ് റിലേറ്റ് ചെയ്ത് വരണത്. പിന്നെ അടുത്തൊരു സെക്ഷൻ വരുന്നത് സി ആണ്. സി എല്ലാവർക്കും അറിയണത് പോലെ സിട്രിക് ആയിട്ടുള്ള എല്ലാ ഫ്രൂട്ട്സിലും വൈറ്റമിൻ സി ധാരാളമായിട്ടുണ്ട്. സിട്രിക് എന്ന് പറയുമ്പോൾ തന്നെ അല്പം പുളി രസമുള്ള ഫ്രൂട്ട്സ് ആണ്. നാരങ്ങ, ഓറഞ്ച്, അതുപോലെയുള്ള കാര്യങ്ങളിൽ സി ധാരാളമായിട്ടുണ്ട്. ഈ പുളി ഇല്ലാത്ത വൈറ്റമിൻ സി ധാരാളം ഉള്ള ഒരേ ഒരു പച്ചക്കറി എന്ന് പറയുന്നത് ബ്രൊക്കോളിയാണ്. ബ്രൊക്കോളിയിൽ ധാരാളമായിട്ട് വൈറ്റമിൻ സി ഉണ്ട്. പിന്നെ മുന്തിരി, പുളി, ഇങ്ങനത്തെ എല്ലാത്തിലും, പുളി ഉള്ളത് എല്ലാത്തിലും സി ഉണ്ട്. പിന്നെ വന്നിട്ട് അതിന്റെ അസ്കോർബിക് ആസിഡ് എന്നാണ് അതിന്റെ കെമിക്കൽ നെയിം വരുന്നത് സിയുടെ. പിന്നെ ഡി ആണ്. ഡി എന്ന് പറയുമ്പോ പച്ചക്കറിയിൽ നിന്നും അല്ലെങ്കിൽ ഫുഡിൽ നിന്ന് കിട്ടണേക്കാൾ ഉപരിയായിട്ട് നമുക്ക് ഡി കിട്ടുക സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്ന ഒരേ ഒരു വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഡി. അതിന്റെ പേര് എനിക്ക് ഓർമ്മ വരുന്നില്ല മാം. പേര് ഡി കാൽസിഫെറോൾ. അതിന്റെ കെമിക്കൽ നെയിം കാൽസിഫെറോൾ ആണ്. അത് സൂര്യപ്രകാശത്തിൽ നിന്ന് നമുക്ക് ധാരാളമായിട്ട് കിട്ടും. പിന്നെ കുറച്ചൊക്കെ പാല് കുടിച്ചാലും കിട്ടും. പക്ഷെ എന്നാലും സൂര്യപ്രകാശത്തിൽ നിന്ന് കിട്ടുന്ന സൺഷൈൻ വിറ്റമിൻ എന്ന് പറയുന്നത് തന്നെ ഈ വൈറ്റമിൻ ഡി ആണ്. പിന്നെ ഇ ആണ്. ഈനെ ടോക്കോഫെറോൾ അങ്ങനെ എന്തോ ആണ്, ടോക്കോഫെറോൾ അങ്ങനെ എന്തോ ആണ് പറയാ. ഇ എന്ന് പറയുമ്പോ എണ്ണക്കുരുകള്, നമ്മുടെ ഉപയോഗപ്രദമായിട്ടുള്ള എല്ലാ എണ്ണക്കുരുക്കള്, പിന്നെ മുട്ടയുടെ മഞ്ഞ, ഇതൊക്കെയാണ് ഈ വരണത് പ്രധാനമായിട്ടും വരിക. ഈക്ക് ഹാർട്ടിനെ സംരക്ഷിക്കുന്ന വൈറ്റമിൻ എന്നുള്ളൊരു വിളിപ്പേര് കൂടി ഈക്ക് ഉണ്ട്. പിന്നെ ബ്യൂട്ടി വൈറ്റമിൻ എന്ന് പറയണതും വൈറ്റമിൻ ഇ തന്നെയാണ്. പിന്നെ ഇത്ര മാം എനിക്ക് ജനറൽ ആയിട്ട് അറിയുള്ളൂ. പിന്നെ വൈറ്റമിൻ കെ ആണ്, ഫില്ലോൺകിനോൺ. വൈറ്റമിൻ കെ, ഫില്ലോകെനോൺ, അത് ഇലക്കറികളില് ധാരാളമായിട്ടുണ്ട്. ധാരാളമുണ്ട്. ബ്ലഡ് കോട്ട് ചെയ്യാൻ സഹായിക്കുന്നതാണ്, നമ്മുടെ രക്തം കണ്ടുപിടിക്കാൻ സഹായിക്കുന്നതാണ് വൈറ്റമിൻ കെ. മിഠായി കഴിഞ്ഞാല് കുറച്ചു നേരം മാത്രമല്ലേ ആ ഒരു ബ്ലഡ് പോയിക്കൊണ്ടിരിക്കുള്ളൂ. അത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ബ്ലഡ് കോട്ട് ചെയ്യപ്പെടും. അപ്പൊ അതിന് സഹായിക്കുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ കെ എന്ന് പറയുന്നത്. ഓക്കെ, നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ശ്രീലക്ഷ്മി. പഠിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. പഠിച്ചിട്ടുണ്ട്, ഒരുപാട് എക്സാമിനൊക്കെ വേണ്ടി പഠിച്ച ഓർമ്മയുണ്ട്. ഓർമ്മയുണ്ട് അല്ലെ? ഓക്കെ, നന്നായിട്ട് പറഞ്ഞു. ഇനി നെക്സ്റ്റ് ആരാണ് പറയാനുള്ളത്? ഞാൻ പറയാം മാം. ഓക്കെ. ഫസ്റ്റ് വിറ്റാമിൻ എ, അതിന്റെ കെമിക്കൽ നെയിം ആണ് റെറ്റിനോള്. ക്യാരറ്റ്, ചീര, ഇലക്കറി, മാമ്പഴം, അതേപോലെ തന്നെ ആട്, പശു, സ്രാവ് ഇവയുടെ കരളിലൊക്കെ കൂടുതലുള്ളത് ഈ വിറ്റാമിൻ എ ആണ്. പിന്നെ B1 തയാമിൻ പറയുന്നു. തവിട്, ഈസ്റ്റ്, ഗോതമ്പ്, ധാന്യങ്ങൾ, പയറുവർഗ്ഗങ്ങള് എന്നിവന്നൊക്കെ കിട്ടുന്നു. B2ന്റെ റൈബോഫ്ലോവിൻ കരള്, മുട്ട, പാലുൽപ്പന്നങ്ങള്, മാംസം, മത്സ്യം, പയറുവർഗ്ഗങ്ങള്, പിന്നെ അതേപോലെ തന്നെ പരിപ്പും. B3 നിയാസിൻ ആണ്. അത് നിലക്കടല, ധാന്യങ്ങള് ഒക്കെ അതിന്ന് കിട്ടുന്നു. B5 പാൻറ്റോതെനിക് ആസിഡ്, എണ്ണക്കുരുന്ന് അധികം ഉണ്ട്. പിന്നെ B6 പെരിഡോക്സിൻ, ഇറച്ചി, പയറുവർഗ്ഗങ്ങൾ, ഗോതമ്പ് എന്നൊക്കെ കിട്ടുന്നു. പിന്നെ B7 ബയോട്ടിൻ, അതിന്റെ സ്രോതസ് അധികം കിട്ടിയിട്ടില്ല. പിന്നെ B9 ഫോളിക് ആസിഡ് ആണ്. അത് പച്ച ഇലക്കറികള്, പിന്നെ എള്ള്, ബീൻസ് എന്നിവയിൽ നിന്നൊക്കെ ഉണ്ട്. പിന്നെ B12 സൈനോകബാലുമിൻ, അത് മത്സ്യം, മാംസം, കരള്, തൈര്, അതേപോലെ തന്നെയാണ് മഴവെള്ളത്തിൽ ധാരാളം അടങ്ങിയിരിക്കുന്നതാണ് B12. പിന്നെ C അസ്കോർബിക് ആസിഡ് എന്നറിയപ്പെടുന്നു. യുവത്വം നിലനിർത്താൻ പറ്റിയ വിറ്റാമിൻ ഇതാണ്. അത് നാരങ്ങ, ഓറഞ്ച്, നെല്ലിക്ക അങ്ങനെ പുളി അടങ്ങിയ ഭക്ഷണങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ D കാൽസിഫെറോള്, സൂര്യപ്രകാശത്തിൽ നിന്നാണ് കൂടുതൽ കിട്ടുന്നത്. പിന്നെ ഈ പാലിൽ നിന്നൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ ഈ ടോക്കോഫിറോള്, എണ്ണകള്, സൂര്യകാന്തിയുടെ എണ്ണ, പിന്നെ മുട്ടയുടെ മഞ്ഞ, ബദാം എന്നിവയിൽ നിന്നൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ K ആണ് ഫില്ലോക്യൂനോൺ, പച്ചിലക്കറികള്, പഴവർഗ്ഗങ്ങള്, കിഴങ്ങ് വർഗ്ഗങ്ങൾ, ക്ഷീരോത്പന്നങ്ങൾ എന്നിവയിൽ നിന്നൊക്കെ കിട്ടുന്നു. ഇനി ആരാണ് പറയാനുള്ളത്? രണ്ടുപേര് മാത്രമേ എഴുതിക്കൊണ്ടുവന്നുള്ളൂ. ഞാൻ പറയാം. വൈറ്റമിൻസ് വാട്ടർ സോലുബിളും ഉണ്ട്, പാറ്റ് സോലുബിളും ഉണ്ട്. പാറ്റ് സോലുബിളിലുള്ളതെന്ന് പറഞ്ഞാൽ വൈറ്റമിൻ A, D, E,
കെ ആണ്. വാട്ടർ സോലുബിളിൽ സി, B6, B12, B1 അങ്ങനെ അടങ്ങിയിരിക്കുന്നു. വൈറ്റമിൻ ഇയില് വൈറ്റമിൻ എയുടെ സയന്റിഫിക് നെയിം റെറ്റിനോൾ എന്നാണ് പറയുന്നത്. പറഞ്ഞ പോലെ സ്വീറ്റ് പൊട്ടറ്റോസില്, പിന്നെ ലീഫി വെജിറ്റബിൾസില്, ക്യാരറ്റ്സ്, ആനിമൽസിന്റെ ലിവർ അങ്ങനെയുള്ളതിൽ നിന്നൊക്കെ വൈറ്റമിൻ എ നമുക്ക് ധാരാളമായിട്ട് കിട്ടുന്നു. നെക്സ്റ്റ് വരുന്നത് വൈറ്റമിൻ ഇ ആണ്. അതിപ്പം മാം പറഞ്ഞ ഹാർട്ട് സേവർ ആയിട്ട് ഹാർട്ടിന് നല്ലതാണ് ആയിട്ട് വരുന്ന ഒരു വൈറ്റമിനാണ് വൈറ്റമിൻ ഇ. ട്രോപ്പോഫെറോൾ എന്നാണ് സയന്റിഫിക് കെമിക്കൽ നെയിം. അത് കൂടുതൽ നട്ട്സില്, അതുപോലെ തന്നെ നമുക്ക് ഉപയോഗപ്രദമായിട്ടുള്ള വെജിറ്റബിൾ ഓയിൽസില്, പിന്നെ സീഡ്സില്, ഇതിലൊക്കെ അതായത് സൺഫ്ലവറിന്റെ സീഡ്സിലൊക്കെ വൈറ്റമിൻ ഇ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ടെന്ന് അറിയാൻ പറ്റിയത്. നെക്സ്റ്റ് വരുന്നത് വൈറ്റമിൻ സി. വൈറ്റമിൻ സി സിട്രസ് ആയിട്ടുള്ള, അതായത് പുളിയുള്ള എല്ലാ ആഹാര പദാർത്ഥങ്ങളിലും വൈറ്റമിൻ സി അടങ്ങിയിരിക്കുന്നു. ലെമൺ, ഓറഞ്ച്, സ്ട്രോബെറി, അങ്ങനെയുള്ള ബ്രൊക്കോളി, ഇങ്ങനെയുള്ള ഇതിലൊക്കെ ഫുഡ് ഐറ്റംസിലൊക്കെ വൈറ്റമിൻ സി അടങ്ങിയിരിക്കുന്നു. ദെൻ വൈറ്റമിൻ B6 റൈഡോക്സിൻ എന്ന് പറയും കെമിക്കൽ നെയിം. അത് മീറ്റിലും ഫിഷിലും വോൾ ഗ്രെയിൻസ്, അതായത് ധാന്യങ്ങളിൽ, പരിപ്പ് പയറുവർഗ്ഗങ്ങളിലൊക്കെ വൈറ്റമിൻ B6 പയറുവർഗ്ഗങ്ങളിലൊക്കെ ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്നു. ദെൻ തയാമിൻ B1 എന്ന് പറയും. തയാമിൻ തന്നെയാണ് അതിന്റെ കെമിക്കൽ നെയിം. ബ്രൗൺ റൈസിൽ, അതായത് തവിട് കളയാത്ത നമ്മുടെ അരിയില്, വോൾ വീറ്റ് ഗോതമ്പില്, പയറുവർഗ്ഗങ്ങളില്, പിന്നെ ഈ ബ്ലാക്ക് ബീൻസ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ രാജ്മ അങ്ങനത്തെ ആണെന്നാണ് എന്റെ വിശ്വാസം. ബ്ലാക്ക് ബീൻസ് അതിലൊക്കെ കൂടുതലായിട്ടും അടങ്ങിയിരിക്കുന്നത് തയാമിൻ എന്ന് പറയുന്ന വൈറ്റമിൻ ആണ്. പിന്നെ വൈറ്റമിൻ B2 റിബോഫ്ലേവിൻ എന്നാണ് കെമിക്കൽ നെയിം. ഡയറി പ്രോഡക്ട്സിൽ, അതായത് മിൽക്കിൻ്റെതായിട്ടുള്ള പ്രോഡക്ട്സ്, ചീസ്, ബട്ടർ, അങ്ങനെയുള്ളതിലൊക്കെ ഈ വൈറ്റമിൻ B2 ആണ് അടങ്ങിയിരിക്കുന്നത്. പിന്നെ ലീഫി ഗ്രീൻ വെജിറ്റബിൾസിൽ, ഹോൾ ഗ്രെയിൻസിൽ, ഇതിലൊക്കെ B2 അടങ്ങിയിരിക്കുന്നു. നെക്സ്റ്റ് നിയാസിൻ B3 നിക്കോട്ടിനിക് ആസിഡ് ആണ്. അതും കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്നത് ഫിഷില്, ഹോൾ ഗ്രെയിൻസില്, അതുപോലെ തന്നെ മീറ്റ് എന്ന് പറഞ്ഞാൽ ചിക്കൻ, ബീഫ്, അതായത് റെഡ് മീറ്റ് ആയിട്ടുള്ള ബീഫ്, അങ്ങനെയുള്ളതിലൊക്കെ നിയാസിൻ എന്ന് പറയുന്ന വൈറ്റമിൻ ആണ് അടങ്ങിയിരിക്കുന്നത്. പിന്നെ ബയോട്ടിന്റെ കെമിക്കൽ നെയിം ബയോട്ടിൻ തന്നെയാണ്. അത് നട്ട്സിലും സീഡ്സിലും വോൾ ഗ്രെയിൻസില്, പയറുവർഗ്ഗങ്ങളില്, ലെഗുമിൻസ്, അതായത് പയറുവർഗ്ഗങ്ങളിലൊക്കെ കൂടുതലായിട്ടും ബയോട്ടിൻ എന്ന് പറയുന്നത് B7 അതാണ് ആ വൈറ്റമിൻ അടങ്ങിയിരിക്കുന്നു. വൈറ്റമിനിലാണ് ഇതൊക്കെ അടങ്ങിയിരിക്കുന്നത്. പിന്നെ ഫോളിക് ആസിഡ് ലീഫി, അതായത് വെജിറ്റബിൾസ്, ഗ്രീൻ കളറിലുള്ള ഇലവർഗ്ഗങ്ങളിലും, അതുപോലെ തന്നെ എല്ലാ ധാന്യങ്ങളിലും കൂടുതലായിട്ടും അടങ്ങിയിരിക്കുന്ന ഒരു വൈറ്റമിൻ ആണ് ഫോളിക് ആസിഡ്, ഫോളേറ്റ് എന്ന് പറയും, B9. നെക്സ്റ്റ് വൈറ്റമിൻ ഡി പറഞ്ഞ പോലെ ഫോർട്ടിഫൈഡ് ഡയറി പ്രോഡക്ട്സ്, അതായത് മിൽക്കിനോട് അനുബന്ധിച്ചിട്ടുള്ള ഡയറി ഉൽപ്പന്നങ്ങളിലെല്ലാം കുറച്ച് വൈറ്റമിൻ ഡി കൂടുതലായിട്ട്. ഈ പറഞ്ഞ പോലെ നമുക്ക് സൂര്യപ്രകാശത്തിൽ നിന്നാണ് വൈറ്റമിൻ ഡി. രാവിലത്തെ ആ ഇളവയിൽ, അതായത് എപ്പോഴും ഡോക്ടേഴ്സ് ഒക്കെ ആണെങ്കിലും പ്രഗ്നൻസി ലേഡീസിനോട് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് രാവിലത്തെ ഇളവയിൽ കൊള്ളണം എന്നുള്ളത്. കുഞ്ഞുങ്ങളെ ആണെങ്കിലും അത് പറയാം. വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ഏറ്റവും കൂടുതൽ മാറ്റാൻ പറ്റുന്നത് രാവിലെയുള്ള സൂര്യപ്രകാശത്തിൽ നിന്നാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വൈറ്റമിൻ ഡി കിട്ടുന്നതെന്ന് പറയും. അതായത് 9 മണിക്ക് മുമ്പുള്ള വെയില്, അതിനുശേഷം 4 മണിക്ക് ശേഷമുള്ള വെയില്, രാവിലെ അത് ഇളവയിൽ എന്ന് പറയും. അതിൽ നിന്ന് നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് വൈറ്റമിൻ ഡി കിട്ടുന്നത് ഡോക്ടേഴ്സ് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പിന്നെ വൈറ്റമിൻ കെ ഈ പറഞ്ഞ പോലെ ലീഫി വെജിറ്റബിൾസ്, അതായത് ചീര, പിന്നെ ഫെർമെന്റഡ് ഫുഡ്സിനകത്തുനിന്ന് വൈറ്റമിൻ കെ കിട്ടുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. പിന്നെ ഉള്ളത് ഇത്രേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു. വേറെ ആരെങ്കിലും ഉണ്ടോ? ഓക്കെ, അപ്പോ വേറെ ആരും ഇല്ലെന്ന് വിചാരിക്കുന്നു. ഉണ്ടെങ്കിൽ വായിക്കാം കേട്ടോ. അപ്പൊ ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇപ്പൊ നിങ്ങള് 2-3 പേര് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾ കെമിക്കൽ നെയിം നിങ്ങൾ എഴുതിയെടുത്തെന്ന് വിചാരിക്കുന്നു. എഴുതിയെടുത്തോ നിങ്ങള് കെമിക്കൽ നെയിം? പറയണോ ഞാനിനി? പറയേണ്ട ആവശ്യമുണ്ടോ?
ഒന്നുകൂടി പറഞ്ഞുതരാം ഫൈനലായിട്ട് ഒന്നുകൂടി പറഞ്ഞുതരാം. അപ്പോ നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ തന്നെ 2 തരത്തിലുള്ള, അതായത് വൈറ്റമിൻ എന്ന് പറഞ്ഞാല് വാട്ടർ സൊല്യൂബിൾ ഉണ്ട്, അതുപോലെ തന്നെ ഫാറ്റ് സൊല്യൂബിൾ ഉണ്ട്. വെള്ളത്തിൽ ലയിക്കുന്നതും കൊഴുപ്പിൽ ലയിക്കുന്നതും. വെള്ളത്തിൽ ലയിക്കുന്നതാണ് വിറ്റാമിൻ ബിയും സിയും, അതുപോലെ തന്നെ കൊഴുപ്പിൽ ലയിക്കുന്നതാണ് വിറ്റാമിൻ എ, അതുപോലെ തന്നെ ഡി, ഇ, കെ. അപ്പോ ഇത് എളുപ്പത്തില് പഠിച്ചു വെക്കാനുള്ള ഒരു ഇതെന്ന് പറഞ്ഞാല് ഞാൻ ഉപയോഗിച്ചിരുന്ന ഒരു കോഡാണ്. ബി സി എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ ലയിക്കുന്നതാണ്. ബി സി എന്ന് പറഞ്ഞാല് നമ്മുടെ പണ്ടത്തെ കാലഘട്ടമാണ് അല്ലെ, എ ഡി ബി സി എന്നൊക്കെ പറയുന്നത് കേട്ടില്ല നിങ്ങൾ? ഇത് കേട്ടിട്ടില്ലേ? ബി സി കാലഘട്ടം, എ ഡി കാലഘട്ടം. അപ്പൊ നമ്മൾ എ ഡിയിലല്ലേ? അത് ഓർമ്മയുണ്ടാവും, അറിയാമോ? അപ്പൊ ബി സി എന്ന് പറയുമ്പോൾ അത് വെള്ളത്തിൽ ലയിച്ചു പോയി. ഓക്കെ, അത് ഇനിയില്ല, പണ്ടത്തെ കാലഘട്ടത്തിനെയാ പറയുന്നത്. ഓൾറെഡി അത് വെള്ളത്തിൽ ലയിച്ചു, അതായത് പോയതാണ്. അപ്പൊ ആ ഒരു ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് പഠിക്കാവുന്നതാണ്. വെള്ളത്തിൽ ലയിക്കുന്നത് അല്ലെങ്കിൽ വാട്ടർ സൊല്യൂബിൾ എന്ന് പറയുന്നത് ബി സി ആണ്. ബാക്കി വരുന്നത് എ ഡി ഇ കെ എന്ന് പറയുന്നത് അത് കൊഴുപ്പിൽ ലയിക്കുന്നതാണ്, ഫാറ്റ് സൊല്യൂബിൾ ആണ്. ഓക്കെ, ഇനി അതുപോലെ തന്നെ വൈറ്റമിൻസിനെ പല കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് വൈറ്റമിൻ എ എന്ന് പറയുന്നത് അല്ലെ, എന്താണ് വൈറ്റമിൻ എ എന്ന് പറയുന്നത്? റെറ്റിനോൾ ആണ്. ഓക്കെ, റെറ്റിനോള്. ഓക്കെ, കണ്ണിന്റെ ഒരു ഭാഗമാണ് റെറ്റിന എന്ന് പറയുന്നത് അല്ലെ. അപ്പോ കണ്ണുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വൈറ്റമിൻ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു അവയവം അല്ലെങ്കിൽ ഒരു ഓർഗൻ എന്ന് പറയുന്നത് നമ്മുടെ ഐ ആണ്, വൈറ്റമിൻ എ. ഓക്കെ, പലതരത്തിലുള്ള, അതായത് ക്യാരറ്റിലുണ്ട് ധാരാളമായിട്ട്, അതുപോലെ ഇലക്കറികള്, അതായത് മുരിങ്ങയില, അതുപോലെ തന്നെ മാങ്ങ, പിന്നെ പാലുൽപ്പന്നങ്ങള്, അതിനകത്തൊക്കെ ധാരാളമായിട്ട് വൈറ്റമിൻ എ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ വൈറ്റമിൻ എ എന്ന് പറയുന്നത് റെറ്റിനോൾ ആണ്. ദെൻ വൈറ്റമിൻ ബിയില് കുറേയധികം കാറ്റഗറികൾ ഉണ്ട്. അതിനകത്ത് ഒന്നാണ് വൈറ്റമിൻ B1. വൈറ്റമിൻ B1 എന്ന് പറയുന്നത് തയാമിനാണ്. ഓക്കെ, തയാമിൻ. ഓക്കെ, അതായത് തവിട് കളയാത്ത അരിയില് കൂടുതലായിട്ട് കാണപ്പെടുന്നത് വൈറ്റമിൻ B1 ആണ്. ഓക്കെ, വൈറ്റമിൻ B1 തയാമിൻ. ദെൻ വൈറ്റമിൻ B2 റൈബോഫ്ലാവിൻ. വൈറ്റമിൻ B2 എഴുതിയെടുക്കുന്നുണ്ടോ നിങ്ങള്? എഴുതിയെടുക്കുന്നുണ്ടോ? ഉണ്ട് മാം. ആ, വൈറ്റമിൻ B2 റൈബോഫ്ലാവിൻ ആണ് കേട്ടോ. RIBOFLAVIN, റൈബോഫ്ലാവിൻ. Then vitamin B3 നിയാസിൻ ആണ്. നിയാസിൻ അഥവാ നിക്കോട്ടിനിക് ആസിഡ് എന്ന് പറയും. നിയാസിൻ അഥവാ നിക്കോട്ടിനിക് ആസിഡ്. ഓക്കെ, NIACIN, നിയാസിൻ. Then വിറ്റാമിൻ B5, വൈറ്റമിൻ B5 പാൻറ്റോതെനിക് ആസിഡ്. Pantothenic acid, pantothenic acid, PANTOTHENIC, PANTOTHENIC, pantothenic acid. Then vitamin B6 എന്ന് പറയുന്നത് pyridoxine ആണ്. pyridoxine കേട്ടോ. PYRIDOXINE, pyridoxine. പിന്നെ വൈറ്റമിൻ B7 ബയോട്ടിൻ ആണ്. ബയോട്ടിൻ നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്കൊക്കെ ഏറ്റവും ഉത്തമമായിട്ടുള്ളതാണ് അത് ബയോട്ടിൻ എന്ന് പറയുന്നത് അല്ലെ. ബയോട്ടിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറെ അധികം സാധനങ്ങൾ, കാഷ്നട്ട്, അതുപോലെ തന്നെ ബദാം, അതൊക്കെ കൂടി ഉപയോഗിച്ച് ബയോട്ടിൻ പൗഡർ ഉണ്ടാക്കാറുണ്ട്. ഈന്തപ്പഴം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് ബയോട്ടിൻ പൗഡർ നമ്മള് വീടുകളിലൊക്കെ ഉണ്ടാക്കാറുള്ളത് പതിവാണ്. അതുപോലെ തന്നെ ബയോട്ടിൻ അടങ്ങിയ ടാബ്ലറ്റ് ആണ് മുടികൊഴിച്ചിലുണ്ടെങ്കിൽ ഡോക്ടർ നമുക്ക് സജസ്റ്റ് ചെയ്യാം. ഓക്കെ, ബയോട്ടിൻ B7 കേട്ടോ. ഓക്കെ, ദെൻ വൈറ്റമിൻ B9 എല്ലാവർക്കും അറിയാം, എന്താണ്? ഫോളിക് ആസിഡ് ആണ് അല്ലെ. ഗർഭകാലത്ത് അല്ലെങ്കിൽ പ്രഗ്നൻസി ടൈമില് ഡോക്ടർ ആദ്യ മാസം തുടങ്ങി ലാസ്റ്റ് ആ ഒരു 9th month വരെ നമ്മൾ കഴിക്കുന്ന ആ ഒരു പ്രധാനപ്പെട്ട ഒരു ഇതാണത് ഫോളിക് ആസിഡ് എന്ന് പറയുന്നത്. ഇരുമ്പിന്റെ കണ്ടന്റ് കൂടുതലായിട്ട് അടങ്ങാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു ഇത് കുട്ടിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഫോളിക് ആസിഡ് ഡോക്ടേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. B9 ഫോളിക് ആസിഡ്.
Then vitamin B12, cyanocobalamin. Vitamin B12, cyanocobalamin, CYANOCOBALAMIN, cyanocobalamin. Then vitamin C ആണ് ascorbic acid. Vitamin C, ascorbic acid. Ascorbic acid എന്നാണ് വിറ്റാമിൻ സിയുടെ കെമിക്കൽ നെയിം വരുന്നത്. സിട്രസ് ഫ്രൂട്ട്, അതായത് പുളിരുചിയുള്ള ഫ്രൂട്ട്സിൽ അല്ലെങ്കിൽ പഴവർഗ്ഗങ്ങളിലാണ് കൂടുതലായിട്ട് വൈറ്റമിൻ സി കാണപ്പെടുന്നത്. വെയിലത്ത് വെക്കുമ്പോൾ അല്ലെങ്കിൽ ചൂടാക്കുമ്പോഴൊക്കെ നഷ്ടപ്പെടുന്ന വൈറ്റമിൻ ഏതാണെന്ന് വെച്ചാൽ അത് വൈറ്റമിൻ സി ആണ്. നമ്മളിത് ചൂടാക്കി കഴിഞ്ഞാല് വൈറ്റമിൻ സി അടങ്ങിയ ഭക്ഷണങ്ങൾ ചൂടാക്കി കഴിഞ്ഞാല് അതിനുള്ളിലെ വൈറ്റമിൻസ് നഷ്ടപ്പെടുന്നതാണ് കേട്ടോ. അപ്പൊ ആ ഒരു പ്രത്യേകത കൂടിയും ഈ വൈറ്റമിൻ സിക്ക് ഉണ്ട്. പിന്നെ ആദ്യമായിട്ട് കണ്ടുപിടിച്ച കൃത്രിമമായിട്ടുള്ള വൈറ്റമിൻ ഏതാണെന്ന് വെച്ചാല് അത് വൈറ്റമിൻ സി ആണ്. ആദ്യമായിട്ട് കണ്ടുപിടിച്ച വൈറ്റമിൻ സി ആണ്. കൃത്രിമ വൈറ്റമിൻ ആണ് വൈറ്റമിൻ സി എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ രോഗപ്രതിരോധ ശേഷിക്ക് ഏറ്റവും ബെസ്റ്റ് ആണെന്ത് വൈറ്റമിൻ സി എന്ന് പറയുന്നത്. വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ചെറുനാരങ്ങ, അതുപോലെ നാരങ്ങ, അതിലൊക്കെ ധാരാളം എന്തുണ്ട് രോഗപ്രതിരോധ ശേഷിക്ക് ആവശ്യമായിട്ടുള്ള കണ്ടന്റ് ഉണ്ട്. നമ്മുടെ കൂടുതൽ ഇപ്പൊ നമ്മള് കൊറോണ വന്ന സമയത്തൊക്കെ നാരങ്ങ വെള്ളം കുടിക്കുമായിരുന്നു അല്ലെ? ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? കൊറോണ വന്ന സമയത്ത് ഉണ്ട് മാം, ഉണ്ട്. അതെന്തുകൊണ്ടാണ്? അതായത് രോഗപ്രതിരോധ ശേഷിക്ക് ആവശ്യമായിട്ടുള്ള കണ്ടന്റ് അതിനകത്ത് അടങ്ങിയിട്ടുള്ളത് കൊണ്ടാണ് ആ നാരങ്ങ വെള്ളം ഇടയ്ക്കിടയ്ക്ക് കുടിക്കാനായിട്ട് ഹെൽത്തിൽ ആൾക്കാരൊക്കെ നമ്മളോട് ആവശ്യപ്പെട്ടത് അല്ലെ? അപ്പൊ അതിനകത്ത് ഏറ്റവും കൂടുതൽ ആ ഒരു കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട് കേട്ടോ വൈറ്റമിൻ സിയിൽ. വൈറ്റമിൻ ഡി കാൽസിഫെറോൾ ആണ്. കാൽസിഫെറോൾ സൺഷൈൻ വൈറ്റമിൻ എന്നറിയപ്പെടുന്നു അല്ല. അതായത് ഏറ്റവും കൂടുതൽ സൂര്യപ്രകാശത്തിൽ നിന്നാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വൈറ്റമിൻ ഡി കിട്ടുന്നത്. ഇപ്പൊ വൈറ്റമിൻ D3 ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ ഡോക്ടേഴ്സ് നമുക്ക് ടാബ്ലറ്റ് തരാറുണ്ട് അല്ലെ? വീക്ക്ലി വൺസ് വെച്ച് കഴിക്കാനായിട്ട് ടാബ്ലറ്റ് തരാറുണ്ട്. അതുപോലെ തന്നെ കുറച്ച് വെയില് കൊള്ളാനായിട്ട് പറയും. വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ നമുക്ക് അമിതമായിട്ട് വണ്ണം വയ്ക്കാം. അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് വിശപ്പുണ്ടാകാം, ഉന്മേഷക്കുറവുണ്ടാകാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. അപ്പോ ഭൂരിഭാഗം ആളുകളിലും ഇതെന്തിന്റെ കുറവുണ്ട്? വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിയുടെ കുറവുണ്ട്. അപ്പോ എന്തെങ്കിലും തളർച്ചയോ അല്ലെങ്കിൽ അമിതമായിട്ടുള്ള വിശപ്പോ അങ്ങനെയൊക്കെ തോന്നുമ്പോൾ ചിലപ്പോൾ നമ്മൾ തൈറോയിഡോ അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളോ ടെസ്റ്റ് ചെയ്തേക്കാം. അതിനകത്തൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷെ നമ്മൾ വൈറ്റമിൻ ഡി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റും ചിലപ്പോൾ അതിനകത്ത് ഇൻസഫിഷ്യന്റ് എന്നായിരിക്കും കാണിക്കുന്നത്. അപ്പൊ നമ്മൾ ഡോക്ടർ പറയുന്നത് പോലെ ആദ്യം മെഡിസിൻ എടുത്തു കഴിഞ്ഞ് കൃത്യമായിട്ട് സൂര്യപ്രകാശമൊക്കെ നമ്മൾ ഏൽക്കുവാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കുറയ്ക്കാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, ദെൻ വൈറ്റമിൻ ഇ എന്ന് പറയുന്നത് ടോക്കോഫെറോൾ ആണ് കേട്ടോ. ടോക്കോഫെറോൾ, TOCOPHEROL, വൈറ്റമിൻ ഇ, ടോക്കോഫെറോൾ. വൈറ്റമിൻ ഇയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാല് വിറ്റമിൻ ഏറ്റവും കൂടുതൽ ഉള്ള, അതായത് മുട്ടയുടെ മഞ്ഞയില് നമുക്ക് കൂടുതലായിട്ട് വൈറ്റമിൻ ഇ കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട്. പിന്നെ വൈറ്റമിൻ ഇയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന ഒരു ഡെഫിഷ്യൻസി ഉണ്ട്, ഒരു രോഗമുണ്ട്. എന്താണത് അറിയാമോ? വന്ധ്യത അഥവാ ഇൻഫെർട്ടിലിറ്റി. വൈറ്റമിൻ ഇയുടെ കുറവ് കൊണ്ടാണ് ആളുകളിൽ ഇൻഫെർട്ടിലിറ്റി കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അപ്പൊ മുട്ടയുടെ മഞ്ഞക്കരു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് നമ്മള് ഒരു ദിവസമെങ്കിലും എല്ലാ ദിവസവും കഴിച്ചു കഴിഞ്ഞാല് നമുക്ക് അത്രയധികം നല്ലതാണെന്ന് പറയാനായിട്ട് സാധിക്കും കേട്ടോ. പിന്നെ വൈറ്റമിൻ കെ എന്ന് പറയുന്നത് ഫില്ലോൺ കിനോൺ ആണ്. ഞാൻ സ്പെല്ലിംഗ് പറഞ്ഞുതരാം. PHYLLOQUINONE, ഫില്ലോൺ കിനോൺ. ഓക്കെ, വൈറ്റമിൻ കെ ഞാൻ നേരത്തെ പറഞ്ഞു രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിൻ ആണെന്ത് വൈറ്റമിൻ കെ എന്ന് പറയുന്നത്. ഓക്കെ, രക്തം കട്ട പിടിക്കാത്ത ഒരു അസുഖമുണ്ട് നമ്മുടെ ഇടയിലല്ല, കുറച്ചു പേർക്ക് അങ്ങനെ ഒരു അസുഖം കണ്ടെത്തിയിട്ടുണ്ട്. എന്താണെന്ന് അറിയാമോ അത് ശ്രീലക്ഷ്മി? ഹിമോഫീലിയ.
ഹീമോഫീലിയ. കട്ട പിടിക്കാൻ ഉള്ളൊരു പ്രയാസം അല്ലെങ്കിൽ അത് നേരാവണ്ണം നടക്കാത്തൊരു ഇതാണ് ഹീമോഫീലിയ എന്ന് പറയുന്നത്. അപ്പൊ അതൊക്കെ അതുമായിട്ട് റിലേറ്റഡ് ആണ് കേട്ടോ. അപ്പൊ ഇത്രയുമാണ് വൈറ്റമിൻസ് അതുപോലെ തന്നെ കെമിക്കൽ നെയിം എന്ന് പറയുന്നത്. എല്ലാവരും എഴുതിയെടുത്തോ? ഓക്കെ. അപ്പൊ നമ്മള് ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ വായിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന്റെ കുറച്ച് എക്സ്പ്ലനേഷൻ പറഞ്ഞുതരാം. ആവശ്യമെങ്കിൽ മാത്രം എഴുതിയെടുക്കാം കേട്ടോ. ചില കാര്യങ്ങൾ ഞാൻ പറയുന്നത് ആവശ്യമുള്ളതായിരിക്കും. അപ്പൊ അത് ഒന്നുകിൽ അത് കേട്ടിരിക്കാം അല്ലെങ്കിൽ അത് എഴുതിയെടുക്കാം. ഇപ്പൊ ഇതിനകത്ത് പ്രധാനമായിട്ടും പറയുന്നത് ഇപ്പൊ പലതരത്തിലുള്ള വൈറ്റമിൻസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ABCD എല്ലാം K വരെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. കുട്ടികൾക്ക് അതായത് 3 to 6 years ഉള്ള കുട്ടികൾക്ക് ശരിക്കും പറഞ്ഞാല് ഒരു എനർജി, അവരുടെ ഒരു ദിവസത്തെ കാലറീസ് എന്ന് പറയുന്നത് 1690 കലോറിയാണ്. അതിനകത്ത് പ്രോട്ടീൻ എന്ന് പറയുന്നത് 30 gram വേണം പെർ ഡേ. ഓക്കെ, അതായത് കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുമ്പോൾ എപ്പോഴും ബാലൻസ്ഡ് ഡയറ്റ് ആ ഒരു രീതിയിലായിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത്. അതായത് കുറേ അധികം ഇപ്പൊ നമ്മൾക്ക് ഒരു പപ്സ് കഴിച്ചാൽ നമുക്ക് എത്ര കലോറി കിട്ടുമെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഒരു പപ്സ് കഴിച്ചാല് ഒരു എഗ് പപ്സ് നമ്മൾ കഴിക്കുവാണ്, എത്ര കലോറി കിട്ടും? ഒന്ന് ഗസ് ചെയ്തേ. എഗ് പപ്സ് കഴിക്കാറില്ലേ ആരും? കഴിക്കാറുണ്ടോ? എത്ര കലോറിയാണെന്ന് അറിയില്ലേ? ഇല്ല മാം, അറിയില്ല മാം. ഒരു എഗ് പപ്സിന്ന് നമുക്ക് 300 കലോറിയാണ് കിട്ടുക. അപ്പൊ നിങ്ങളൊന്ന് ഓർത്ത് വയ്ക്കുകയും ഒരു ശരാശരി മനുഷ്യന് ആവശ്യത്തിന് വേണ്ട കലോറി എന്ന് പറഞ്ഞാൽ ഒരു 2000 അല്ലെങ്കിൽ ഒരു 2000-2200 ഒരു ശരാശരി മനുഷ്യന് വേണ്ട, അതായത് ഒരു നല്ല രീതിയിലുള്ള ഒരു കലോറി എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് തന്നെ ഒരു പപ്സ് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് 300 കലോറിയാണ് കിട്ടുക. അപ്പൊ ഇത്തരത്തിലുള്ള ജങ്ക് ഫുഡ് അതുപോലെ ബേക്കറി ഐറ്റംസ് ഒക്കെ നമ്മൾ കൂടുതലായിട്ട് ഇൻടേക്ക് ചെയ്യുവാണെങ്കിൽ നമ്മുടെ കാലറീസ് കൂടുകയും അതുവഴി നമ്മുടെ ഫാറ്റ് കൂടുകയും പിന്നീട് അത് അമിതവണ്ണമായിട്ട് മാറുകയും ചെയ്യാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന് കൃത്യമായിട്ട് നമ്മൾ ഒരു ഡയറ്റ് ഒക്കെ നോക്കി നമ്മൾ ശരിക്കും ഭക്ഷണം ടേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് എടുക്കുമ്പോൾ നമുക്ക് അറിയാനായിട്ട് കാലറി ഇതായിട്ടുള്ള ഡയറ്റ് വേണം, അല്ലെങ്കിൽ ആ ഒരു സംഭവം വേണം. നമ്മൾ കഴിക്കുന്ന ഓരോ സാധനത്തിനും എത്ര കാലറി ഉണ്ട്. ഇപ്പൊ ഒരു ചായക്കാണെങ്കിലും അത്യാവശ്യം കലോറി ഉണ്ട്. അപ്പൊ മധുരം ഇടാത്ത ചായക്ക് കാലറി കുറവാണ്, പക്ഷെ മധുരം ഇടുന്ന ചായക്കാണെങ്കിൽ അതിനേക്കാളും കാലറി കൂടുതലായിട്ടാണ് ഉണ്ടാവുക. ഓക്കെ, അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഒരു ആക്ടിവിറ്റി തരാം. നിങ്ങൾ ഡെയിലി കഴിക്കുന്ന ഭക്ഷണത്തിലെ കാലറീസ് കണ്ടുപിടിച്ചു കൊണ്ടുവരിക. അത് നിങ്ങൾക്ക് ഉപകാരപ്പെടും കേട്ടോ, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒന്നാണ്. അപ്പൊ നമുക്ക് അറിയാനായിട്ട് പറ്റും കേട്ടോ. നിങ്ങളിപ്പോ ഡെയിലി എന്തൊക്കെ ഭക്ഷണം കഴിക്കുന്നുണ്ട്, അതിനകത്ത് നിങ്ങൾക്ക് ചിപ്സ് പെടുത്താം, ബേക്കറി ഐറ്റംസ്, എന്ത് കാര്യങ്ങളും പെടുത്താം. പക്ഷെ അതിന്റെ കാലറീസ് കൃത്യമായിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്ത് കൊണ്ടുവരിക. അപ്പൊ നിങ്ങൾക്ക് അറിയാൻ പറ്റും ആ സാധനം കഴിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുമോ ഞാനിത് കഴിക്കുന്നത് ശരിയാണോ, ഇത്ര കാലറീസ് ഉണ്ട് ഇതിന്. അപ്പൊ എനിക്കിത് കഴിച്ചു കഴിഞ്ഞാൽ വേറെ വല്ല കാര്യങ്ങൾ, ചില ആക്ടേഴ്സിനൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, സിനിമാ താരങ്ങളൊക്കെ, അവരൊക്കെ എന്ത് ചെയ്യുന്നോ, ഒരു ദിവസം ഹെവി ആയിട്ട് ഫുഡ് കഴിച്ചു കഴിഞ്ഞാല് അതായത് പിന്നീടുള്ള 2 ദിവസം അവരൊന്നും കഴിക്കില്ല, ഫാസ്റ്റിങ്ങിലായിരിക്കും ഉണ്ടാവുക. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നവര്? കേട്ടിട്ടുണ്ടോ നിങ്ങൾ അങ്ങനെ? കാലറീസ് ബേൺ ചെയ്യാൻ വേണ്ടിയിട്ട് കാലറീസ് ബേൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഫാസ്റ്റിംഗ് വരിക. അതായത് ഒരു ദിവസം ഹെവി ആയിട്ട് ഭക്ഷണം കഴിക്കുന്നു, പിറ്റേ ദിവസം ചിലപ്പോൾ അവരൊന്നും തന്നെ, ചിലപ്പോൾ വെള്ളം മാത്രമായിരിക്കും കുടിക്കുക, അല്ലെങ്കിൽ വല്ല ജ്യൂസോ എന്തെങ്കിലും മാത്രമായിരിക്കും കുടിക്കുക, വേറെ ഒന്നും അവർ കഴിക്കില്ല. കാരണം അവർ കൂടുതലായിട്ട് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, അത് അവർക്ക് ബേൺ ചെയ്ത് കളയണം. അപ്പൊ അത്തരത്തില് അതായത് ഒരു ഭക്ഷണം നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് അറിയാനായിട്ട് സാധിക്കണം ഇത്ര കാലറിയാണ് അതിന് വരുന്നത്. ഇപ്പൊ ഒരു മിഠായി ആണെങ്കിലും ഒരു ചായ ആണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും ഒരു ലഡുവോ എന്തെങ്കിലും ആയിക്കോട്ടെ അതിന് ഇത്ര കാലറി വരുന്നുണ്ടെന്ന് നമ്മൾ അറിഞ്ഞിരിക്കും കേട്ടോ. അപ്പൊ എല്ലാവരും നെക്സ്റ്റ് ക്ലാസ്സിലെ കാലറീസ് എത്രയാണെന്ന് കണ്ടുപിടിച്ചുകൊണ്ട് വരിക കേട്ടോ. നിങ്ങൾ കഴിക്കുന്ന ആഹാരത്തിന്റെ കാലറീസ്, നിങ്ങൾ റെഗുലർ ആയിട്ട് കഴിക്കുന്ന എന്ത് ഐറ്റംസ് ആയിക്കോട്ടെ. ഞാൻ മുട്ട പപ്സിന്റെ കാര്യം പറഞ്ഞു, എഗ് പപ്സിന്റെ കാര്യം പറഞ്ഞു, അതിൽ 300 കലോറി ഉണ്ട്. പക്ഷെ നമുക്കത് കഴിക്കുമ്പോൾ ചിലപ്പോ 1-2 ഒക്കെ കഴിക്കാൻ തോന്നും അല്ലെ? നല്ല ടേസ്റ്റ് അല്ലേ? എഗ് പപ്സ് നല്ല ടേസ്റ്റ് അല്ലേ? അല്ലേ? ഒരെണ്ണം കഴിച്ച് ചിലപ്പോ നമുക്ക് മതിയായെന്ന് വരില്ല, ചിലപ്പോ ഒരെണ്ണം കൂടെ കഴിക്കാൻ തോന്നും. അപ്പൊ എത്ര കലോറി കിട്ടുക? 600 കലോറി കിട്ടും ഇല്ലേ? അതാണ് ഞാൻ ആലോചിച്ചത് മാഡം, 10 കിട്ടിയ 2 ഒക്കെ കഴിക്കുമല്ലോ. 600
സ്നാക്ക് ബോക്സ് അത് നമ്മൾക്ക് വണ്ണം കൂട്ടുന്ന ഒന്നാണ്, നമ്മുടെ തടി ഭയങ്കരമായിട്ട് വെക്കുന്ന ഒന്നാണ്. നമുക്കത് അറിയില്ല ശരിക്കും പറഞ്ഞാല്. അപ്പോ അത് കഴിക്കുമ്പോൾ പ്രത്യേകം അത് എന്തായാലും സമൂസ ആയിക്കോട്ടെ എന്തായിക്കോട്ടെ അതിനകത്ത് അത്യാവശ്യത്തിന് കാലറീസ് ഉണ്ട്. അതുകൊണ്ടാണ് ഈ ബേക്കറി ഐറ്റംസ് ഒഴിവാക്കി നമ്മള് നല്ല രീതിയിലുള്ള വീട്ടിലുണ്ടാക്കുന്ന ഫുഡ് തന്നെ കഴിക്കാനായിട്ട് പറയുന്നത്, കാലറീസ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യം ഞാൻ സൂചിപ്പിച്ചെന്നുള്ളപ്പോ കാലറീസ് കണ്ടുപിടിച്ചുകൊണ്ട് വരിക. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ കുട്ടികൾക്കാണ് ഈ പറയുന്ന കാലറീസ് വരുന്നത് കേട്ടോ. അവർക്ക് ശരിക്കും പറഞ്ഞാൽ 1690 കലോറിയാണ് വരുന്നത്. ഈ കലോറി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ബേക്കറി ഐറ്റംസ് അതുപോലെ തന്നെ ജങ്ക് ഫുഡ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കുള്ള കാലറീസ് ആകരുത്, മറിച്ച് ഈ 1690 കലോറിയില് ശരിയായിട്ടുള്ള പ്രോട്ടീൻസ് ഉണ്ടാവണം, വൈറ്റമിൻസ് ഉണ്ടാകണം, എല്ലാ കാര്യങ്ങളും നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കണം അല്ലെ. ഇപ്പൊ നമ്മൾ രാവിലെ ഒരു റെഗുലർ ആയിട്ട് നമ്മൾ രാവിലെ 2 ചപ്പാത്തി കഴിക്കുന്നു, അതിന്റെ കൂടെ ഒരു കറി കഴിക്കുന്നു, ഒരു ചായ കുടിക്കുന്നു. ഇത് ബാലൻസ്ഡ് ഡയറ്റ് ആണോ നമ്മൾ കഴിക്കുന്നത്? നിങ്ങളത് പറഞ്ഞേ. 2 ചപ്പാത്തി, ഒരു കറി, ഒരു ചായ ആണോ? ബാലൻസ്ഡ് ഡയറ്റ് ആണോ? ആണെന്നോ? ആണോ? അങ്ങനെയാണോ നോക്കുന്നത്? ധാന്യങ്ങൾ ഉണ്ടെങ്കിൽ പ്രോട്ടീൻ ഉണ്ടാവും. ഇപ്പൊ ദാൽ അങ്ങനെയൊക്കെ കഴിക്കുകയാണെങ്കിൽ പ്രോട്ടീൻ ഉണ്ടാവും. അപ്പോ ബാലൻസ്ഡ് അല്ലേ? ബാലൻസ്ഡ് ആണ്. ഓക്കെ, അതായത് റെഗുലർ ഡയറ്റില് നമുക്ക് എന്ത് ഉപയോഗിക്കാം? റെഗുലർ ഡയറ്റിൽ ചപ്പാത്തി, 2 ചപ്പാത്തി, ഒരു കറി, ഒരു ചായ നമുക്ക് ഉപയോഗിക്കാം. പക്ഷെ ബാലൻസ്ഡ് ഡയറ്റ് ആകുമ്പോൾ 2 ചപ്പാത്തിയുടെ കൂടെ ഒരു ഫ്രൂട്ട്സോ അല്ലെങ്കിൽ ഇത്തിരി വേറെ വിധത്തിലുള്ള ധാന്യങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ, നട്ട്സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ബാലൻസ്ഡ് ഡയറ്റ് ആണെന്ന് പറയാം. ഒരു പ്ലേറ്റില് കുറച്ച് ഭാഗം കാർബോഹൈഡ്രേറ്റ് ഉണ്ടാവണം, കുറച്ച് ഭാഗം പ്രോട്ടീൻ ഉണ്ടാവണം, കുറച്ച് ഭാഗം വൈറ്റമിൻസ് ഉണ്ടാവണം, മിനറൽസ് ഉണ്ടാവണം. അങ്ങനെ പലതരത്തിലുള്ള കണ്ടന്റ് അടങ്ങിയാൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയാനായിട്ട് പറ്റുള്ളൂ, ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയാനായിട്ട് പറ്റുള്ളൂ. മറ്റേത് നമ്മൾ റെഗുലർ ഡയറ്റ് എന്നാണ് പറയുള്ളൂ. അപ്പൊ രണ്ടും തമ്മില് വ്യത്യാസമുണ്ട്. അപ്പൊ ഈ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ഒരു ദിവസം 1690 കലോറി ആണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതിൽ അതിനകത്ത് കാർബോഹൈഡ്രേറ്റ് ഉണ്ടായിരിക്കണം, പ്രോട്ടീൻ ഉണ്ടായിരിക്കണം, വൈറ്റമിൻസ് ഉണ്ടായിരിക്കണം, മിനറൽസ് ഉണ്ടായിരിക്കണം. ഇത്രയും കാര്യങ്ങൾ അടങ്ങിയിരിക്കണം കേട്ടോ. പിന്നെ വാട്ടർ കണ്ടന്റ് ഉണ്ടായിരിക്കണം. അതായത് വാട്ടർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ശരീരത്തിലെ വിഷാംശങ്ങളെ, വേസ്റ്റേജ് വരുന്ന സാധനങ്ങളെയൊക്കെ പുറന്തള്ളുവാനും നമ്മുടെ ശരീരം ശുദ്ധീകരിക്കാനൊക്കെ ഏറ്റവും സഹായിക്കുന്ന ഒന്നാണ് വാട്ടർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആളുകൾ, ഡോക്ടേഴ്സ് ഒക്കെ പറയുന്നത് രാവിലെ എണീറ്റ് കഴിഞ്ഞാല് ഇളം ചൂടുള്ള 1 ഗ്ലാസ് വെള്ളം കുടിക്കണം എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ശരീരത്തിൽ ധാരാളം, കിടന്നുറങ്ങി എണീറ്റ് കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ധാരാളം വിഷപദാർത്ഥങ്ങൾ ഉണ്ടാവും, ടോക്സിൻസ് ഉണ്ടാവും. അതിനെയൊക്കെ നിർവീര്യമാക്കാനും അതിനൊക്കെ കളയാനൊക്കെ വേണ്ടിയിട്ട് വാട്ടർ സഹായിക്കുന്ന പറയുന്നത്. ഓക്കെ, നിങ്ങൾ എല്ലാവരും വെള്ളം കുടിക്കുന്നില്ലേ? രാവിലെ എണീറ്റ് കഴിഞ്ഞാല് ചായ ആണോ കുടിക്കുന്നത് അല്ലെങ്കിൽ കാപ്പിയാണോ കുടിക്കുന്നത്? വെള്ളമാണോ കുടിക്കുന്നത്? ഏതാണോ കുടിക്കുന്നത്? വെള്ളം കുടിക്കാറ്. അപ്പൊ എല്ലാവരും വെള്ളം കുടിക്കുന്നവരാണ്. നല്ല രീതിയിൽ വെള്ളം കുടിക്കുക, മെറ്റബോളിസത്തിനെ കൂടുതലായിട്ട് ഇംപ്രൂവ് ചെയ്യും. അധികം വിശപ്പുണ്ടാവില്ല. രാവിലെ തന്നെ ഒരു 2-3 ഗ്ലാസ് വെള്ളമൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ, അത്യാവശ്യം ഒരു 4 ഗ്ലാസ് വരെ കുടിക്കാം. കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അധികം ആ ദിവസം വിശപ്പ് അനുഭവപ്പെടില്ല. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഓക്കെ, അപ്പൊ എന്താ പറഞ്ഞത്, നമ്മൾ കുട്ടികളുടെ കാലറീസ് ആണ് പറഞ്ഞത്. വലിയവരുടെ കാലറീസും കുട്ടികളുടെ കാലറീസും തമ്മിൽ വ്യത്യാസമുണ്ട്. എന്ത് തന്നെ ആയാലും ഇപ്പൊ വലിയവരാണെങ്കിലും അല്ലെങ്കിൽ കുട്ടികളാണെങ്കിലും നല്ല രീതിയിൽ എന്താ പറയാ ഭക്ഷണം, ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഉൾപ്പെടുത്തി കഴിക്കുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കുട്ടികൾക്ക് കിട്ടുന്നുണ്ടോ അല്ലെങ്കിൽ അത് പ്രോപ്പറായിട്ട് ചെല്ലുന്നുണ്ടോ എന്നുള്ളത് അമ്മമാർക്ക് എപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കാര്യമാണ്. ചില കുട്ടികളൊന്നും കഴിക്കില്ല. ചില പച്ചക്കറികൾ കഴിക്കാത്ത കുട്ടികളുണ്ട്, ഇലവർഗ്ഗങ്ങൾ കഴിക്കാത്ത കുട്ടികളുണ്ട്, ഫ്രൂട്ട്സ് കഴിക്കാത്ത കുട്ടികളുണ്ട്. ചില കുട്ടികൾക്ക് ഇതൊന്നും ഇഷ്ടമല്ല. ഏത് രൂപേണത് കൊടുത്തു കഴിഞ്ഞാലും അവരെന്ത് ചെയ്യില്ല, ചിലപ്പോ കഴിച്ചെന്ന് വരില്ല. അപ്പൊ അമ്മമാരെ എപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോബ്ലം തന്നെയാണ് അവർക്ക് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കണ്ടന്റ് എത്തിക്കുക എന്നുള്ളത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ കുട്ടികൾ വളരുന്ന ഒരു സ്റ്റേജ് ആണ്, അവര് ഗ്രോ ചെയ്തു വരുന്ന ഒരു സ്റ്റേജ് ആണ് ചെറുപ്പകാലം എന്ന് പറയുന്നത്. അപ്പോ അതിന്റെ ആ ഒരു സ്റ്റേജിൽ അവർക്ക്
കൂടുതൽ സ്ട്രോങ് ആയിട്ടുള്ള ബോൺസും അതുപോലെ മസിൽസും ഒക്കെ ഉണ്ടാവേണ്ട ആവശ്യകതയുണ്ട്. അതിന് കാൽസ്യം, വിറ്റാമിൻസ് ഒക്കെ സഹായിക്കുന്ന ഫുഡ് ഐറ്റംസ് ആണ്. കാൽസ്യം അടങ്ങിയിട്ടുള്ളത് അല്ലെങ്കിൽ വൈറ്റമിൻ അടങ്ങിയിട്ടുള്ള ഫുഡൊക്കെ കുട്ടികളുടെ പേശി വളർച്ചയ്ക്കും അതുപോലെ തന്നെ ബോൺസിന്റെ സ്ട്രെങ്തിനും ഒക്കെ കൂടുതലായിട്ട് സഹായിക്കുന്നു. ഇപ്പൊ കുട്ടികളാണെങ്കിലും ടീനേജേഴ്സ് ആണെങ്കിലും അവർക്ക് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻസും മിനറൽസും ഒക്കെ അവർക്ക് കിട്ടുന്നുണ്ടോ എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. പിന്നെ അതുപോലെ തന്നെ നല്ല ആരോഗ്യം വേണമെങ്കിൽ ഡെയിലി കുട്ടികളുടെ ഭക്ഷണത്തില് ഇത്തരത്തിലുള്ള വൈറ്റമിൻസ് ആയാലും മിനറൽസ് ആയാലും പ്രോട്ടീൻ ആയാലും ഒക്കെ ഉൾപ്പെടുത്താനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് ബോൺ സ്ട്രെങ്തിൽ കൂടുതലായിട്ട് സഹായിക്കുന്നു, ഹാർട്ട് ഹെൽത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നു, ബ്ലഡ് സർക്കുലേഷന് സഹായിക്കുന്നു, ലൈഫ് സ്റ്റൈൽ ഡിസീസിനെ പ്രിവെന്റ് ചെയ്യാനൊക്കെ ഇത്തരത്തിലുള്ള ബാലൻസ്ഡ് ഡയറ്റ് കൊണ്ട് ഒരുവിധം സഹായകമാകുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഡൈജഷൻ അത് ചെയ്യുന്നുണ്ട്, ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ കുട്ടികളുടെ ഭക്ഷണക്രമത്തിൽ പ്രധാനമായിട്ടും വരേണ്ടതാണ് കാൽസ്യം എന്ന് പറയുന്നത്. കാൽസ്യം ഏറ്റവും കൂടുതൽ നല്ലത് ഏതിനാണ് നമ്മുടെ ശരീരത്തില്? നിങ്ങൾ ചെറുപ്പത്തിലെ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. കാൽസ്യം ഏതിനൊക്കെയാണ് നല്ലത്? എല്ലിനും പല്ലിനും. എല്ലിനും പല്ലിനും ഏറ്റവും കൂടുതൽ സഹായകരമാകുന്നത് കാൽസ്യമാണ്. പാല്, അതുപോലെ തന്നെ പാലുൽപ്പന്നങ്ങൾ, മിൽക്ക് ആൻഡ് ഡയറി പ്രൊഡക്ട്സ്, അതുപോലെ തന്നെ ചെറിയ മീനുകൾ, സ്മോൾ ഫിഷസിലൊക്കെ നമുക്ക് കൂടുതൽ കാൽസ്യം കാണാനായിട്ട് പറ്റും. വലിയ മീനല്ല കേട്ടോ, ചെറിയ മീൻ. ഞങ്ങളുടെ നാട്ടില് നന്ദൻ എന്ന് പറയും, ഞങ്ങളുടെ അവിടെ എന്താണെന്ന് എനിക്ക് അറിയില്ല പറയുന്നേ. നന്ദൻ എന്ന് പറയും. ആ മീൻ കാൽസ്യം റിച്ച് ആണ്. കേട്ടിട്ടുണ്ടോ? ഉണ്ട് മാം. നന്ദൻ, കൊഴുവ, അതുപോലെ പള്ളത്തി അങ്ങനത്തെ സാധനങ്ങളിലൊക്കെ കൂടുതലും കാൽഷ്യം അടങ്ങിയിരിക്കുന്നു. കാൽസ്യം നന്ദനാണ് ഏറ്റവും കൂടുതൽ കേട്ട് വന്നിട്ടുള്ളത്. കാരണം അത് ചീപ്പ് റേറ്റ് ആണ്, വില കുറവാണ്, പക്ഷെ ഭയങ്കര പാടാണ് നന്നാക്കാൻ. അതുകൊണ്ട് വീട്ടമ്മമാർക്ക് എപ്പോഴും എന്താണ് അത് എന്താ പറയാ കട്ട് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് കാണാറുണ്ട്. കാരണം ഇത് മാർക്കറ്റിലൊക്കെ നമ്മൾ ചെന്ന് കഴിയുമ്പോൾ ഒരു 50 രൂപയ്ക്ക് ചിലപ്പോൾ 1 കിലോ ഒക്കെ അത് കിട്ടും. 1 kg ഒക്കെ ചിലപ്പോൾ അവർ തരും, ചിലപ്പോൾ 1 kg കൂടുതൽ തരും. കാരണം ആളുകൾ അത് അധികം മേടിക്കില്ല. ഓക്കെ, കാരണം ഇതിന്റെ ഇഷ്ടമാണ്, കാരണം ഞാൻ എപ്പോഴും വാങ്ങിക്കാറുണ്ട് അമ്മ. വാങ്ങിക്കാറുണ്ട് അല്ലെ? അതിന്റെ ചെതമ്പല് കളയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ അത് കട്ട് ചെയ്തെടുക്കാൻ പാടാണ്, കൂടുതലായിട്ടുണ്ടാവും, ക്വാണ്ടിറ്റി കൂടുതൽ ഉണ്ടാകും. അപ്പോ അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ ഭയങ്കരമായിട്ട് അത് വറുത്ത് ഫ്രൈ ചെയ്ത് കഴിക്കുന്നതാണ് നല്ല ടേസ്റ്റ്. പക്ഷെ കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുമ്പോൾ എപ്പോഴും കറി വെച്ച് കൊടുക്കുന്നതാണ് നല്ലത്. എന്നാൽ മാത്രമാണ് അതിന്റെ കണ്ടന്റ് ശരിയായിട്ട് എത്തുള്ളൂ, കാൽസ്യം ഉള്ളിലേക്ക് എത്തുള്ളൂ. അപ്പൊ കാൽസ്യം റിച്ച് ആയിട്ടുള്ള മീനിന്റെ എക്സാമ്പിൾ ആണ് നന്ദൻ എന്ന് പറയുന്ന ചെറിയ മീൻ കേട്ടോ. എല്ലാവർക്കും പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു കേട്ടോ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഫൈബേഴ്സ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളുണ്ട് ധാരാളം. അതായത് വൈറ്റമിൻ ഇ ഉണ്ട്, വൈറ്റമിൻ സി, മഗ്നീഷ്യം, പൊട്ടാസ്യം, അങ്ങനെയുള്ളതിലൊക്കെ വൈറ്റമിൻസ് ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്നത് കാണാം. പിന്നെ ബ്രൊക്കോളി, അവോക്കാഡോ, ഓട്സ്, പീസ്, അമരാന്തസ്, ഇതിനകത്തൊക്കെ എന്തുണ്ട് വൈറ്റമിൻസും മിനറൽസും ധാരാളമായിട്ട് കാണാനായിട്ട് സാധിക്കും. പിന്നെ അതുപോലെ തന്നെ വൈറ്റമിൻ ബി എസെൻഷ്യൽ ആയിട്ട്, അതായത് വൈറ്റമിൻ ബി എന്ന് പറയുന്നത് നമ്മുടെ ഡൈജഷന് സഹായിക്കുന്നു, പിന്നെ എനർജി തരുന്നു, ഹാർട്ട് ഹെൽത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നു, നമ്മുടെ നെർവസ് സിസ്റ്റത്തിന് നല്ലതാണ് വൈറ്റമിൻ ബി എന്ന് പറയുന്നത്. നമ്മുടെ നാഡീവ്യൂഹം അല്ലെങ്കിൽ ഞരമ്പിനെ സംബന്ധിക്കുന്ന ആ ഒരു നാഡീ വ്യവസ്ഥയ്ക്ക് ഏറ്റവും കൂടുതൽ എഫിഷ്യന്റ് ആയിട്ടുള്ള ഒന്നാണ് വൈറ്റമിൻ ബി എന്ന് പറയുന്നത് കേട്ടോ. അപ്പോ ഇത് കൂടുതലായിട്ട് വൈറ്റമിൻസ് ബി ഉള്ളത് കൂടുതലായിട്ട് മീറ്റ്, എഗ്, ഫിഷ് അങ്ങനെയുള്ള ധാരാളമായിട്ടുള്ള ഐറ്റംസിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു ഇതാണ് അയൺ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ. നമ്മുടെ ശരീരത്തില് 2 തരം രക്താണുക്കൾ ഉണ്ടെന്ന്, അരുണ രക്താണുക്കളും മറ്റൊന്ന് ശ്വേത രക്താണുക്കൾ, RBC ആൻഡ് WBC. ഓക്കെ, അപ്പൊ നമ്മുടെ ശരീരത്തില് രക്താണുക്കൾക്ക് ഇരുമ്പിന്റെ സാന്നിധ്യം, അതായത് അയൺ കണ്ടന്റ് ഉള്ളത് കൊണ്ടാണ് ഓക്സിജൻ വഹിച്ചു കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നത്. നമ്മുടെ ശരീരത്തിൽ ഉടനീളം എന്ത് ചെയ്യുന്നുണ്ട്, ബ്ലഡ് സർക്കുലേഷൻ നടക്കുന്നുണ്ട് അല്ലെ. ഇത്തരത്തിലുള്ള RBC, WBC എന്നിവയുടെ ഫ്ലോ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ശരീരത്തിൽ നടക്കുന്നുണ്ട്. അപ്പോ ഇത്തരത്തിലുള്ള രക്താണുക്കൾക്ക് ഇരുമ്പിന്റെ സാന്നിധ്യം അല്ലെങ്കിൽ അയൺ കണ്ടന്റ് ഉള്ളത് കൊണ്ടാണ് ശരീരത്തിൽ ഉടനീളം ഓക്സിജനെ വഹിച്ചു കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നത്. അപ്പോ അയൺ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ചില ഭക്ഷണങ്ങളുണ്ട്. റെഡ് മീറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ക്യാബേജ്,
പച്ചിലകള്, ബീറ്റ്സ്, ഇതിനകത്തൊക്കെ ധാരാളമായിട്ട് അയൺ കണ്ടന്റ് ഉള്ള ഇത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് ക്ലിയർ ആണോ? ഓക്കെ മാം. ഓക്കെ ആണ്. പിന്നെ അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എല്ലാം ഒരുമിച്ച് കുഞ്ഞുങ്ങളുടെ വായിൽ കേൾക്കുക, എന്താ പറയാ, തിരികെ കൊടുക്കാനായിട്ട് ശ്രമിക്കരുത്. അതായത് കുഞ്ഞുങ്ങൾക്ക് നമ്മൾ കൊടുക്കുമ്പോൾ കുറച്ചീച്ചെ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അതായത് ഇപ്പൊ ഒരു ശരിക്കും പറഞ്ഞാല് എന്താ പറയാ, കൂടുതലായിട്ട് 3 മീലാണല്ലോ വരുന്നത്, രാവിലെ, ഉച്ചയ്ക്ക്, രാത്രി. നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്ത് ഒരു 6 പാർട്ട് ആക്കുക. അതായത് 5 or 6 തവണ ആയിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ഭക്ഷണം കൊടുക്കുക കുഞ്ഞുങ്ങൾക്ക്. അപ്പൊ അവര് എൻജോയ് ചെയ്ത് കഴിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. കുറച്ച് കുറേയധികം ഭക്ഷണം നമ്മൾ ഒറ്റ നേരം കൊണ്ട് തന്നെ കൊടുക്കാനായിട്ട് ഒരിക്കലും ശ്രമിക്കരുത്. ഈ 5-6 തവണ കൊടുക്കുന്ന ഫുഡ് എന്ന് പറയുന്നത് ബാലൻസ്ഡ് ആയിട്ടുള്ള ഫുഡ് ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ന്യൂട്രിയൻസ് ആയിട്ടുള്ള ഫുഡ് കണ്ടന്റ് ഇതിലൂടെ കുട്ടിയുടെ ബോഡിയുടെ ഉള്ളിലേക്ക് ചെല്ലുന്നതായിരിക്കും. പ്രീ സ്കൂളിൽ വെച്ച് തന്നെ, അതായത് കുട്ടി പ്രീ സ്കൂളിലായിരിക്കുമ്പോൾ തന്നെ നമ്മൾക്ക് കുട്ടികളുടെ ഫുഡ് പ്ലാൻ ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കണം. ഞാൻ പറഞ്ഞു, ചില കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യില്ല, ഭക്ഷണം ഒന്നും കഴിക്കില്ല, അല്ലെ, പച്ചക്കറികൾ കഴിക്കില്ല, ഇലക്കറികൾ കഴിക്കില്ല, ഫ്രൂട്ട്സ് കഴിക്കില്ല, പാല് കഴിക്കില്ല. അങ്ങനെയുള്ള ധാരാളം കുഞ്ഞുങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. അപ്പോ അവരുടെ ഉള്ളില് ഇത്തരം കണ്ടന്റ് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, കുറച്ച് ട്രിക്കുകൾ ഉപയോഗിക്കുക, അല്ലെ. നിങ്ങൾ എന്തൊക്കെ ട്രിക്കുകളാണ് ഉപയോഗിക്കാറുള്ളത്? കുട്ടികളുടെ ഉള്ളിൽ പച്ചക്കറികളെ, വെജിറ്റബിൾസ് ഒക്കെ ചെല്ലാൻ വേണ്ടിയിട്ട് പല ട്രിക്കുകൾ ഉപയോഗിക്കാറില്ല അമ്മമാര്. എന്തൊക്കെ ട്രിക്കാണ് ഉപയോഗിക്കുന്നത്? മാം, എന്റെ മോക്ക് ചീര അവള് കഴിക്കേയില്ല. അപ്പൊ അവൾക്ക് മുടി വളർത്തുന്ന ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അത് കഴിച്ചാൽ മുടി വളരും എന്ന് പറഞ്ഞിട്ട് കൊടുക്കും. അതുപോലെ ക്യാരറ്റ് കഴിച്ചാൽ നീ നല്ല സുന്ദരിയാവും, കളറ് വെക്കും, ബീട്രൂട്ട് കഴിക്കുമ്പോൾ നല്ല രക്തം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കൊടുക്കാറുണ്ട്. അങ്ങനെ കൊടുക്കാറുണ്ട് അല്ലേ? പിന്നെ എന്റെ മോൻ അങ്ങനെ ഒരു ടൈപ്പാണ് മാം. ഒന്നും കഴിക്കില്ല എന്ന് പറഞ്ഞാൽ കേൾക്കുമ്പോ എല്ലാരും വിചാരിക്കും ഞാൻ കുറെ ഇങ്ങനെ കൂട്ടി പറയണതാണ്. പക്ഷെ അങ്ങനെയല്ല. അവൻ ഒന്നും കഴിക്കില്ല. ഇഡ്ഡലി ദോശ മാത്രമാണ് അവൻ കഴിക്കുള്ളൂ. അതും കൂട്ടാൻ പാടില്ല. മഞ്ഞ കളറുള്ള അല്ലെങ്കിൽ കളറുള്ള കൂട്ടാനുകൾ അവന് കാണാൻ പറ്റില്ല. ചോറാണെങ്കിൽ വെറും ചോറ് മാത്രമേ കഴിക്കൂ. മഞ്ഞ കളറുള്ള ഒരു കറികളും ഒന്നും ഒഴിക്കാൻ അവന് പറ്റില്ല. അങ്ങനത്തെ ഒരു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അവന് ഭക്ഷണം കൊടുക്കുക എന്നുള്ളത്. ഇപ്പോഴും സ്റ്റിൽ ബുദ്ധിമുട്ടാ. അംഗനവാടിയിൽ പോയി തുടങ്ങിയപ്പോ അവിടുത്തെ കഞ്ഞി അല്ലെങ്കിൽ അവിടുന്ന് കൊടുക്കണ ബീട്രൂട്ടൊക്കെ ടീച്ചറെ പേടിച്ചിട്ടാണെങ്കിലും കഴിക്കും. പക്ഷെ വീട്ടിൽ നിന്ന് സ്റ്റിൽ ദോശ ഇഡ്ഡലി അല്ലാതെ കഴിക്കില്ല. അപ്പൊ ബീട്രൂട്ട് ഞാൻ ദോശമാവിന്റെ കൂടെ ബീട്രൂട്ട് അരച്ചിട്ട് ചുമന്ന കളറിലുള്ള ദോശ, ഇഡ്ഡലി, അതുപോലെ ക്യാരറ്റ് എന്തരയ്ക്കുമ്പോഴും ഇവൻ കഴിക്കണത് ദോശയും ഇഡ്ഡലി ആയതുകൊണ്ട് ആ മാവിൽ അരച്ച് കൊടുക്കുകയാണ് മാം ഞാൻ ചെയ്യണത്. അപ്പൊ ബീട്രൂട്ടൊക്കെ ഡെയിലി അങ്ങനെ ഉള്ളിൽ ചെല്ലുന്നുണ്ട്. അങ്ങനെ ചെയ്യാറുണ്ട് ചില അമ്മമാര്. പിന്നെ ചെറുപയറൊക്കെ അരച്ച് ദോശമാവില് കലക്കി നമ്മൾ കൊടുക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫുഡാണ് ഫ്രൈഡ് റൈസ് എന്ന് പറയുന്നത്, അല്ലെ. പക്ഷെ ചില കുട്ടികൾ എന്ത് ചെയ്യും, ഫ്രൈഡ് റൈസിൽ നമ്മൾ, അതായത് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നത് തന്നെ എങ്ങനെയെങ്കിലും ആ വെജിറ്റബിൾസ് കുട്ടികളുടെ ഉള്ളിലോട്ട് ചെല്ലട്ടെ എന്ന് കരുതിയായിരിക്കും അമ്മമാരുണ്ടാക്കുന്നത്. പക്ഷെ ചില ബിരുദന്മാർ എന്ത് ചെയ്യും, ഈ പച്ചക്കറികളൊക്കെ എന്ത് ചെയ്യും, മാറ്റി പ്ലേറ്റിന്റെ സൈഡിൽ വെക്കും, റൈസ് മാത്രം പെറുക്കി തിന്നും. അങ്ങനെയുള്ള കുട്ടികൾ ഉണ്ടോ നിങ്ങളുടെ ഇടയില്? എന്റെ മോന് രണ്ടാമത്തെ മോന് കേട്ടോ. അപ്പൊ 5 വയസ്സായി. പക്ഷെ അവൻ നമ്മൾ ചോറ് കൊടുക്കുന്ന ടൈം തൊട്ട് അവന് നോൺ വെജ് ഉള്ള സാധനങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ചോറ്, അത് കറി വെച്ചത് ഇഷ്ടമില്ല. അതിങ്ങനെ ഒരു ബ്രൗണിഷ് കളർ ആയാലാണ് സന്തോഷം ഉണ്ടാവുകയുള്ളൂ, കഴിക്കുള്ളൂ. പക്ഷെ ഈ കുട്ടിക്ക് ഉണ്ടായിരുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കും, അപ്പൊ തന്നെ അവന് ബാത്റൂമിൽ പോകും. അതൊരു 4 വയസ്സായിട്ടും അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ പച്ചക്കറികളൊന്നും കഴിക്കാനായിട്ടാന്ന് എല്ലാവരും പറയും. അപ്പോൾ ഒരു ദിവസം ഭയങ്കര വാശിയാണ്. നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്വസ്ഥത ഉണ്ടാവില്ല. എന്തിനാ നമ്മൾ അടിച്ചതെന്ന് നമുക്ക് തോന്നുന്ന ഒരവസ്ഥയിലേക്ക് അവൻ എത്തിക്കും എന്നെ. അപ്പോൾ ഇങ്ങനെ എല്ലാവരും പറയാനൊക്കെ തുടങ്ങിയപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ചീര അങ്ങനെ ഒരു വിധം പച്ചക്കറികളൊക്കെ ഞാൻ ഓരോ അടിയൊക്കെ കൊടുത്ത് കഴിക്കില്ല. എങ്ങനെയായാലും ഞാനിത് കഴിച്ചാൽ മരിച്ചു പോകുമെന്ന് പറഞ്ഞിട്ടാ കറിയാ. അപ്പോൾ അങ്ങനെ അടിച്ചിട്ടാണെങ്കിലും ഞാൻ ഒരാഴ്ച 2 ആഴ്ചത്തോളം ഇവൻ കരഞ്ഞാലും കൂടിയിട്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഈ കുട്ടിയുടെ മോഷൻ കറക്റ്റായി. അന്ന് ആ 2 ആഴ്ച മാത്രമാണ് അത്രയും കർശനമായിട്ട് കൊടുത്തുള്ളൂ വെച്ചാലും അവന്റെ മോഷൻ അങ്ങോട്ട് കറക്റ്റായി. മറ്റത് ഇപ്പൊ അവൻ ഫുഡ് കഴിച്ചാൽ അപ്പൊ തന്നെ അവൻ ബാത്റൂമിൽ പോകും. കുറച്ച് കഴിഞ്ഞിട്ട് അവൻ വേറെ എന്തെങ്കിലും കഴിക്കുകയാണെങ്കിൽ അത് അപ്പൊ തന്നെ ബാത്റൂമിൽ പോകും. അങ്ങനെയായിരുന്നു. അപ്പോൾ ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഇവൻ എന്തൊക്കെയാണോ ഇഷ്ടം, അവന് ഇഷ്ടമില്ലാത്തതെല്ലാം കൂടി ഈ പോലെ ഫ്രൈഡ് റൈസ് പോലെ ഒരു പുലാവായിട്ട് എപ്പോഴും കൊടുത്താൽ മതിയെന്ന്.
അങ്ങനെയാണ് ഡോക്ടർ എനിക്ക് സജസ്റ്റ് ചെയ്തത് കേട്ടോ. പക്ഷെ ഇപ്പൊ ഓക്കെ, പക്ഷെ എല്ലാം കഴിക്കൊന്നുമില്ല. ചില സമയത്ത് ഇതുപോലെ ഇപ്പൊ കളർ വെക്കുന്നൊക്കെ പറയണ പോലെ ആൺകുട്ടികളായ കാരണം കൊണ്ട് അതൊന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ ഞാൻ പറയും ഒരു ഉരുള ഇത് കഴിച്ചു കഴിഞ്ഞാൽ നിന്റെ കയ്യില് ഒരു കട്ട മസിൽ വരും എന്ന് പറയും. എന്നിട്ട് വെറുതെ മസിലൊന്നും ഉണ്ടാവില്ല, പക്ഷെ ഞാൻ നന്നായി ആക്ട് ചെയ്യും. എന്നെ ഇടിക്കാൻ വരുമ്പോ ഞാൻ വീഴും. അങ്ങനെ ഞാനത് എത്തിക്കുമല്ലേ. അപ്പോ ഇത്തരത്തിലുള്ള, അതായത് ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്ന അമ്മമാരുണ്ട് കേട്ടോ. അതായത് കുട്ടികൾ ഒരു തരത്തിലും കഴിക്കാത്ത രീതിയിൽ എന്ത് പറഞ്ഞാലും കുറച്ചുകൂടി വലുതായി കഴിഞ്ഞാൽ നമുക്ക് അവരെ നിയന്ത്രിക്കാൻ പറ്റില്ല. ചെറുപ്പത്തിലെ നമ്മൾ ഇങ്ങനെയുള്ള ട്രിക്കുകളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാലാണ് ഒരു പരിധി വരെ നമുക്ക് അവരെ കൊണ്ട് എന്തെങ്കിലും കഴിപ്പിക്കാനായിട്ട് സാധിക്കുക. പിന്നെ നമുക്ക് ഞാൻ പറഞ്ഞ പോലെ മിക്സഡ് വെജിറ്റബിൾ ഫ്രൈഡ് റൈസ്, പിന്നെ ഫ്രൂട്ട് ക്രീം, പിന്നെ അതുപോലെ തന്നെ സ്വീറ്റ് കണ്ടെയ്നിങ് വെജിറ്റബിൾസ് ആയിട്ടുള്ളത് ക്യാരറ്റ് ഹൽവ. ചിലപ്പോൾ കുട്ടികൾ ക്യാരറ്റ് കഴിക്കാൻ പഠിക്കുന്ന, അതായത് ചിലപ്പോൾ തോരൻ വെച്ച് കൊടുത്താലോ അല്ലെങ്കിൽ സാമ്പാറിൽ നമ്മളൊക്കെ ക്യാരറ്റ് ഉപയോഗിക്കുമല്ലോ. പക്ഷെ അതിൽ നിന്ന് അവര് പിറക്കി കളഞ്ഞിട്ട് ചിലപ്പോൾ ആ ചാറ് മാത്രമായിരിക്കും അവര് കഴിക്കുക. അപ്പൊ അതൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ ക്യാരറ്റിന്റെ അംശം കുട്ടികളുടെ ശരീരത്തിൽ എത്തുന്നതിന് വേണ്ടിയിട്ട് കുറച്ചുകൂടി ഷുഗർ ആഡ് ചെയ്ത് കഴിഞ്ഞ് അത് ക്യാരറ്റ് ഹൽവയായിട്ട് നമുക്ക് കൊടുക്കാം. അതുപോലെ തന്നെ എന്താ പറയാ, ഷേക്കുകൾ, പലതരത്തിലുള്ള ഷേക്കുകൾ ഉണ്ടാക്കി കൊടുക്കാം, ലസ്സി ഉണ്ടാക്കി കൊടുക്കാം. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ചുകൂടി അട്രാക്ഷനോടുകൂടി അല്ലെങ്കിൽ അട്രാക്റ്റീവ് ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ ചില കുഞ്ഞുങ്ങൾ കഴിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് ഇത്രയും വരെ മതി. അപ്പൊ നിങ്ങൾ അടുത്ത ക്ലാസ്സിൽ എന്തൊക്കെയാണ്, പിന്നെ പറഞ്ഞ കാലറീസ് അത് എന്താന്ന് കണ്ടുപിടിച്ചിട്ട് വരിക. പിന്നെ നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് എത്തരത്തിലാണ് ഫുഡ് കൊടുക്കുന്നത്, എന്തൊക്കെ ട്രിക്കുകൾ ഉപയോഗിച്ചിട്ടാണ് ഫുഡ് കൊടുക്കുന്നതെന്ന് കൂടി അടുത്ത ക്ലാസ്സിൽ ഒന്ന് പറയാനായിട്ട് ശ്രമിക്കാം കേട്ടോ. ഓക്കെ, റെഡിയല്ലേ എല്ലാവരും? ഓക്കെ ആണോ? ഓക്കെ മാം. ഓക്കെ, അപ്പോ നമുക്കൊന്ന് മൈൻഡ് അപ്പ് ചെയ്യാം. സൈൻ ഔട്ട് ഉണ്ടോ? ഇന്ന് സൈൻ ഔട്ട് ഉണ്ടോ? ഞാൻ റോഷന. ഓക്കെ, ഇന്ന് നമ്മള് മിനറൽസിനെയും വൈറ്റമിനെയും കുറിച്ചെല്ലാം പറഞ്ഞു ക്ലാസ്സിൽ. പിന്നെ ഓരോ കുട്ടികൾക്ക് കൊടുക്കുന്ന ഫുഡിനെ കുറിച്ച് സ്റ്റുഡൻസ്, ഞങ്ങളുടെ കൂടെ ഉള്ളവരായാലും ടീച്ചറായാലും സംസാരിച്ചു. പിന്നെ 6 വയസ്സുള്ള കുട്ടികൾക്ക് ഉള്ള കലോറിയും പിന്നെ വലിയവരുടെ കലോറിയും നമ്മൾ ഡിഫറൻറ്റ് ചെയ്തു. പിന്നെ അങ്ങനെ ഓരോ കാൽസ്യം, ഫൈബർ, മഗ്നീഷ്യം അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ അയൺ അടങ്ങിയിട്ടുള്ളത് പറഞ്ഞു, രക്താണുക്കളെ കുറിച്ച് പറഞ്ഞു. ഇതെല്ലാം നമ്മൾ ക്ലാസ് സംസാരിച്ചു. ഞാൻ അത്രയൊക്കെ എഴുതിയിട്ടുള്ളൂ. അതാ എല്ലാവർക്കും ക്ലാസ് മനസ്സിലായോ? ഓക്കെ ആണല്ലോ? അതെ. ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. താങ്ക് യു മാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. Thank you.